Hi friends, welcome back to my channel Tips for You A to Z. ഈ വീഡിയോ ഒരു ഇൻട്രോ വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്നലെ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ യൂട്യൂബിൽ നല്ല കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ യൂസ് ചെയ്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെ ക്രീം നിർത്തിയതിന് ശേഷം അവർക്ക് വീണ്ടും കറുത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ മുൻപത്തെ കുറച്ച് വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഇങ്ങനെയുള്ള കെമിക്കൽ ക്രീംസ് ഒന്നും റിവ്യൂ ചെയ്യാറില്ല. ബട്ട് ഞാൻ ഈ ക്രീം യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തത്. ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം സൂപ്പർ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് യൂട്യൂബിലെ ഫ്രണ്ട്സ് 2-3-5 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മാസം അവർക്ക് കല്യാണമാണ്, അപ്പോൾ ഒന്ന് വേഗം സ്കിൻ വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെമഡി പറയാൻ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ചെയ്ത് നോക്കിയിട്ട് 100% റിസൾട്ടുള്ള ഒരു ക്രീം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചിലരുടെ സ്കിന്നിന് പറ്റാത്തത് കാരണമായിരിക്കാം അതിന് റിസൾട്ട് ഇല്ലാത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമായിരിക്കാം, ചൂട് ഒക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും റിസൾട്ട് ഇല്ലാത്തത്. ഞാനിപ്പോൾ ഇവിടെ അബുദാബിയിൽ വെച്ചിട്ട് ഒരു എന്താ പറയുക 1 month പോലും ആയിട്ടില്ല, നല്ല റിസൾട്ട് ഉണ്ട്, നല്ല മാറ്റം ഉണ്ടായിരുന്നു ആ ക്രീം യൂസ് ചെയ്തിട്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറേ പേര് റിസൾട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് എല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒരു 30 days ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും 16-15 days കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു 10 daysനുള്ളിൽ തന്നെ അവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടാവുമ്പോൾ ആണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അതല്ലാതെ ജസ്റ്റ് നമ്മളൊരു വഴിപാടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോ എനിക്ക് കുറച്ച് വിഷമമായി, കാരണം എല്ലാവർക്കും റിസൾട്ട് കിട്ടാത്തൊരു ക്രീമാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ് എന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ 10th തൊട്ട് സൂപ്പർ ബ്യൂട്ടി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ ബ്യൂട്ടി ചലഞ്ചിൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ സ്കിൻ പ്രോബ്ലംസിനും, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലം നമുക്ക് ഈ 30 days കൊണ്ട് നമുക്ക് സോൾവ് ആക്കും. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ബ്യൂട്ടി ചലഞ്ചാണ്, 30 days ചലഞ്ചാണ്. അപ്പോൾ ഈ ചലഞ്ചിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്കുള്ള കളർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചലഞ്ച് തുടങ്ങാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്നിന് കളർ കൂട്ടാനായിട്ട് കുറച്ച് ഫേഷ്യൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് 100% നാച്ചുറൽ ഫേഷ്യൽസ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ഒരു ക്രീം വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക സ്കിൻ വൈറ്റനിങ് നമ്മളിനി ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിഗ്മെൻറ്റേഷൻ, അതുപോലെ സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട്, ഐബ്രോസ് തിക്ക് കൂടാനായിട്ട്, ഐലാഷസ് തിക്ക് കൂടാനായിട്ട്, എന്തായാലും ഹെയർ ഗ്രോത്ത് ചലഞ്ച് പോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചലഞ്ചാണിത്. 100% റിസൾട്ട് ഉറപ്പായിട്ടുള്ള ചലഞ്ചാണിത്. അതും യാതൊരു വക സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചലഞ്ചാണ്. നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ സൂപ്പർ ബ്യൂട്ടി ചലഞ്ചിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തലേദിവസം തന്നെ ഞാൻ നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് എല്ലാം പറയാം. മിക്കവാറും നമ്മൾ വീടുകളിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് എന്തായാലും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചലഞ്ചും കൂടി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഈ ചലഞ്ചിൽ എടുക്കണം. ഈ ചലഞ്ച് ആരൊക്കെ എടുക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു 30 days ആണ് നമ്മൾ ഈ ചലഞ്ച് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബൈ, ഇറ്റ്സ് മീ ഗീതു.